എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ഇപ്പോൾ വിവിധ യോഗ്യതയുള്ളവർക്ക് പരീക്ഷയില്ലാതെ അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഫ്രഷേഴ്സിനും അവസരമുണ്ട്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ റിഫൈനറീസിലേക്കാണ് വേക്കൻസി ഉള്ളത്. ആദ്യത്തേത് ഗുവാഹട്ടി റിഫൈനറിയിലേക്കാണ്. തസ്തിക വരുന്നത് അപ്രൻറ്റിസ് ആണ്. ട്രേഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ട്രേഡ് അപ്രൻറ്റിസ്, അറ്റൻഡൻറ്റ് ഓപ്പറേറ്റർ, കെമിക്കൽ പ്ലാന്റ്. ഡിസിപ്ലിൻ കെമിക്കലാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 3 years ഡിഗ്രിയാണ്, BSc ഡിഗ്രി ഇൻ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രിയാണ് വേണ്ടത്. ട്രെയിനിങ് പീരീഡ് 12 മാസമാണ്, 1 year ആണ് വരുന്നത്. ടോട്ടൽ വേക്കൻസി 17. അടുത്തത് ട്രേഡ് അപ്രൻറ്റിസ് ഫിറ്റർ ആണ്. ഡിസിപ്ലിൻ മെക്കാനിക്കൽ. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്സും കൂടാതെ ITI ആണ്. ITI ഇൻ ഫിറ്റർ ട്രേഡാണ് വേണ്ടത്. 12 months ആണ് ഡ്യൂറേഷൻ വരുന്നത്. വേക്കൻസി 4. അടുത്തത് ട്രേഡ് അപ്രൻറ്റിസ് ബോയിലർ ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 3 year ഡിഗ്രിയാണ്, BSc മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി. 2 വർഷത്തേക്കാണ് ട്രെയിനിങ് പീരീഡ് വരുന്നത്. വേക്കൻസി 8. അടുത്തത് ടെക്നീഷ്യൻ അപ്രൻറ്റിസ്, ഡിസിപ്ലിൻ കെമിക്കലാണ്. യോഗ്യത വേണ്ടത് 3 years ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കെമിക്കൽ ടെക്നോളജി അല്ലെങ്കിൽ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. 12 മാസമാണ് ട്രെയിനിങ് പീരീഡ്. വേക്കൻസി 20. അടുത്തത് ടെക്നീഷ്യൻ അപ്രൻറ്റിസ് മെക്കാനിക്കലാണ് ഡിസിപ്ലിൻ വരുന്നത്. യോഗ്യത വേണ്ടത് 3 year ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഡ്യൂറേഷൻ 12 months ആണ്. വേക്കൻസി 11. അടുത്തത് ടെക്നീഷ്യൻ അപ്രൻറ്റിസ് ഇലക്ട്രിക്കലാണ്. യോഗ്യത വേണ്ടത് 3 years ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. 12 months ആണ് ഡ്യൂറേഷൻ. വേക്കൻസി 11. അടുത്തത് ടെക്നീഷ്യൻ അപ്രൻറ്റിസ് ഡിസിപ്ലിൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ്. യോഗ്യത വേണ്ടത് 3 years ഡിപ്ലോമ ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഡ്യൂറേഷൻ 12 months ആണ്. വേക്കൻസി 4. അടുത്തത് ട്രേഡ് അപ്രൻറ്റിസ് സെക്രട്ടേറിയൽ അസിസ്റ്റൻ്റ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ്, BA അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ BCom. ഡ്യൂറേഷൻ 15 months ആണ്. വേക്കൻസി 2. അടുത്തത് ട്രേഡ് അപ്രൻറ്റിസ് അക്കൗണ്ടൻ്റ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് BCom ഡിഗ്രിയാണ്. ഡ്യൂറേഷൻ 12 months ആണ്. അടുത്തത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ്. ഫ്രഷേഴ്സ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 പാസ്സായിരിക്കണം. ഡ്യൂറേഷൻ 12 months ആണ്. അടുത്തത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ സ്കിൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 കൂടാതെ സ്കിൽ സർട്ടിഫിക്കറ്റ് ഹോൾഡർ ഇൻ ഡൊമസ്റ്റിക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. ഇതാണ് യോഗ്യത വേണ്ടത്. ഡ്യൂറേഷൻ 12 months ആണ്. അപ്പോൾ ഇത്രയും ഡിവിഷനിലേക്കാണ് ഇപ്പോൾ ഗുവാഹട്ടി റിഫൈനറിയിലേക്ക് വേക്കൻസി ഉള്ളത്. നിങ്ങൾക്ക് പോസ്റ്റ് കോഡ് അനുസരിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഫുള്ളി ക്വാളിഫൈഡ് ആയിരിക്കണം. ITI കോഴ്സൊക്കെ റെഗുലർ കോഴ്സായിരിക്കണം. ഹയർ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതായത് BE, BTech, MBA, CA, LLB, MCA ഈ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതുപോലെ തന്നെ മോർ ദാൻ 1 year, 1 yearൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ജോബ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. പ്രായപരിധി വരുന്നത് 18 മുതൽ 24 വയസ്സ് വരെയാണ്. ഇതുകൂടാതെ പ്രായത്തിൽ ഇളവുമുണ്ട്. SC ST കാറ്റഗറിക്കും OBC കാറ്റഗറിക്കും PWD കാറ്റഗറിക്കും ഒക്കെ പ്രായത്തിൽ ഇളവുണ്ട്. ഇളവ് ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് പരീക്ഷയൊന്നും വരുന്നില്ല. നിങ്ങളുടെ ക്വാളിഫിക്കേഷനിലുള്ള മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ട് ചെയ്യുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് എക്സാം ആയിട്ടൊന്നുമില്ല. ഷോർട്ട് ലിസ്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിന് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനുണ്ട്. വെരിഫിക്കേഷന് പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടതെന്ന് നോക്കാം. ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ ഒക്കെ തന്നെ ഒറിജിനലും കൊണ്ടുപോകണം, സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും കൊണ്ടുപോകണം. ഏതൊക്കെയാണെന്ന് നോക്കാം. 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ്, +2ൻ്റെ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യണം. ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, ITI ആണെങ്കിൽ അത്, ഡിപ്ലോമ ആണെങ്കിൽ അത്, അങ്ങനെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുക. പിന്നീട് റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന കാറ്റഗറി ആണെങ്കിൽ
കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ സ്കിൽഡ് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ NATSൻ്റെ അല്ലെങ്കിൽ NAPSൻ്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻറ്റും കൂടെ കൊണ്ടുപോകേണ്ടതാണ്. ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതാണ്. ജോയിൻ ചെയ്തതിന് മുന്നേ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ആപ്ലിക്കൻസ് മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് അപ്രന്റീസ്ഷിപ്പിൻ്റെ സമയത്ത് മന്ത്ലി സ്റ്റൈഫൻഡ് ലഭിക്കുന്നതായിരിക്കും. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ ID പ്രൂഫ് കൊണ്ടുപോകേണ്ടതാണ്. ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് December 18 അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് NATS അല്ലെങ്കിൽ NAPSൻ്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അവിടെ രജിസ്റ്റർ ചെയ്തിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കാം. പോസ്റ്റ് കോഡ് 101, 102, 103, 108, 109, 110, 111 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് NAPSൻ്റെ പോർട്ടലിലാണ്. ഇതാണ് സൈറ്റ് apprenticeshippindia.gov.in. ഈ സൈറ്റിൽ കയറിയാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇനി പോസ്റ്റ് കോഡ് 104, 105, 106, 107 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് NATSൻ്റെ പോർട്ടലിലാണ്. സൈറ്റ് ഇതാണ് nats.education.gov.in. നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് NATS അല്ലെങ്കിൽ NAPSൻ്റെ പോർട്ടലിൽ കയറുക. നിങ്ങളുടെ ഇമെയിൽ ID ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ ഗുവാഹട്ടിയിലേക്കാണെങ്കിൽ NATS വഴി അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ID വരുന്നത്. NAPS ആണെങ്കിൽ ഇതാണ്. ഇതനുസരിച്ചാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. പോർട്ടലിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ IOCLൻ്റെ വെബ്സൈറ്റിൽ കയറിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. IOCLൻ്റെ സൈറ്റ് ഇതാണ് iocrefrecruit.in. ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ പിന്നീട് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമേ NATSൻ്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് IOCLൻ്റെ സൈറ്റിൽ കയറി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട, December 12 അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു ഫോട്ടോയുടെ സ്കാൻഡ് കളർ കോപ്പിയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ടും എടുക്കേണ്ടതാണ്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഇമെയിൽ IDയിലോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഗുവാഹട്ടി റിഫൈനറിയിലേക്കുള്ള വേക്കൻസിയാണ്. ഇതുപോലെ ഒരുപാട് റിഫൈനറീസിലേക്ക് വേക്കൻസി വരുന്നുണ്ട്. നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ IOCLൻ്റെ സൈറ്റിൽ നോക്കുകയാണെങ്കിൽ ഗുവാഹട്ടി, ഗുജറാത്ത്, ഹൽദിയ, മധുര അങ്ങനെ ഒരുപാട് ഡിവിഷനുകളിലേക്ക് വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള റിഫൈനറികളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സൈറ്റ് iocl.com ആണ്. അവിടെ കരിയർ പേജ് എടുക്കുക. എന്നിട്ട് അപ്രന്റീസ്ഷിപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് ഉള്ള ഓപ്ഷൻസ് ഒക്കെ കാണാം. NATSൻ്റെ ഉണ്ട്, NAPSൻ്റെ ഉണ്ട്, സർട്ടിഫിക്കറ്റ്സിൻ്റെ ഫോർമാറ്റ് ഉണ്ട്. എല്ലാം കിട്ടുന്നതാണ്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ IOCLൻ്റെ വിവിധ റിഫൈനറികളിലേക്ക് അപ്രന്റീസ്ഷിപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.